ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കാം. കുട്ടികൾ വൈകിട്ട് സ്കൂളിട്ട് വരുമ്പോഴേക്ക് അവർക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം നിങ്ങളെയും കൂടി കാണിക്കാൻ കരുതി. ആദ്യം രാവിലെ വാൾനട്ട്, ബദാം, ഉണക്കമുന്തിരി, പംകിൻ സീഡ് ഇതൊന്ന് കുതിർക്കാൻ വെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. കുതിർത്തത് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിലക്കടല, അണ്ടിപ്പരിപ്പ്, പിസ്ത ഇതും കൂടി ഇട്ടാണ്ട് ഒന്ന് അടിച്ചെടുക്കാം. ബാക്കിയുള്ള ഐറ്റംസ് പിന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈത്തപ്പഴമൊക്കെ ഇട്ടാൽ ഇതൊന്ന് അരഞ്ഞ് കിട്ടില്ലേ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കാം. എന്നിട്ട് ഈത്തപ്പഴമൊക്കെ നമുക്ക് കൂട്ടി പിന്നെ ഒന്ന് അടിക്കാം. ഈത്തപ്പഴം ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. പഞ്ചസാര ഞാൻ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഈത്തപ്പഴം മധുരത്തിന് ആവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 നേന്ത്രപ്പഴം കൂടി ഇട്ടിട്ടുണ്ട്. നേന്ത്രപ്പഴത്തിന് പകരം പൂവമ്പഴം ആയാലും മതി. ഞാൻ നേന്ത്രപ്പഴം ഇട്ടാണ്. എന്നിട്ട് പാലൊഴിച്ചാണ്ട് നമുക്ക് അടിച്ചെടുക്കാം. ഞാൻ അടിച്ചത് കുറച്ച് കട്ടി ഉണ്ടായിരുന്നു. ലൂസ് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി പാലൊഴിച്ച് നമുക്ക് അടിച്ചെടുത്താൽ മതി. ഞാൻ കുറച്ച് കട്ടിയിലാണ് അടിച്ചത്. അല്ലു നേരിട്ട് പാൽ കുടിക്കില്ല. അപ്പം അങ്ങനെയൊക്കെ ആക്കി കൊടുക്കലാണ്. ബൂസ്റ്റോ ഹോർലിക്സോ കോഫിയോ ചായ അങ്ങനെയൊക്കെ ആയിട്ടായാലും ഓൻ കുടിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് ജ്യൂസ് അടിച്ചു കൊടുക്കാൻ കരുതി അടിച്ചതാണ്. കുടിച്ചിട്ട് അവൻ്റെ അഭിപ്രായം നമുക്ക് കഷ്ടപ്പെടുമോയെന്നറിയില്ല. പാൽ നേരിട്ട് ഇഷ്ടമല്ല. അങ്ങനെയൊക്കെ ആക്കിയാൽ പറ്റാറുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി അവർ കുടിച്ചിട്ട് ഒരഭിപ്രായം നമുക്കറിയാം. പിന്നെ എല്ലാവരും ഒന്ന് അടിച്ചു നോക്കുകൊണ്ട് പറ്റുമെന്നറിയാം. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ